ഹിപ്പ് ഹോപ്പ് ഡാൻസിലെ 3 സ്റ്റെപ്സുകളാണ് നോക്കുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നിങ്ങളോട് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. നമ്മളെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ ഈ ചാനലിൽ നമ്മൾ കുറച്ച് മാസ്റ്റേഴ്സിനെ കൊണ്ടുവരണം എന്നുള്ള വീഡിയോസ് കുറേ മുന്നേ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു മാസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അവരെ വിളിക്കുമ്പോൾ അവർക്ക് പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ അവരെ കൊണ്ടുവരാത്തത്. മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവർക്കും ടൈമില്ല, അതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മളെ ചാനലിൽ നമ്മൾ കൊണ്ടുവരുന്നതാണ്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെ ചാനലിൻ്റെ നെയിം ഒന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം നമ്മളെ ചാനലിൻ്റെ പേര് ചോദിക്കുമ്പോൾ അത് സെർച്ച് ചെയ്യുമ്പോൾ ചാനലിൽ വരുന്നില്ല. അതേമാതിരി അവർക്ക് ടൈപ്പ് ചെയ്യാനൊക്കെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം നമ്മളെ ചാനലിൻ്റെ നെയിം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ചാനലിൻ്റെ നെയിം ഇങ്ങനെയാണ്, ഡ്രീം ഡാൻസ് ട്യൂട്ടോറിയൽ എന്നിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു 3 സ്റ്റെപ്സാണ്. ഹിപ്പ് ഹോപ്പിൽ തന്നെ 3 സ്റ്റെപ്പാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളൊന്ന് നോക്കുന്നത് ഹിപ്പ് ഹോപ്പ് ഡാൻസിലെ 3 സ്റ്റെപ്സുകളാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, റൈറ്റ് ഹാൻഡ് ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം നമ്മൾ സൈഡിലേക്ക് 1 അടിക്കുക. പിന്നെ നേരെ ഓപ്പോസിറ്റിൽ 2. അപ്പം നമ്മൾ ഈ ലുക്ക് പോകേണ്ടത് 1 and 2 1 and 2 അങ്ങനെ വരണം. ഓക്കെ, ഇതിൻ്റെ കൂടെ നമ്മൾ റൈറ്റ് ലെഗ് 1 and 2 1 and 2. കാല് വരുന്നത് വലതേ കാല് ഇടത്തെ കാലിൻ്റെ ബാക്കിലാക്കി വയ്ക്കുക, മടക്കിയിട്ട്. അതിനുശേഷം നമ്മൾ 1 അടിക്കുമ്പോൾ നമ്മൾ ഇടത്തെ കാല് അങ്ങോട്ടേക്ക് കുറച്ചൊന്ന് ജമ്പ് ചെയ്യണം. ഓക്കെ, 1 ഇങ്ങനൊരു ജമ്പ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇടത്തെ കൈ അടിക്കുന്ന സമയത്ത് ഇടത്തെ കാല് വലത്തെ കാലിൻ്റെ ബാക്കിൽ വയ്ക്കുക. അപ്പോൾ വലത്തെ കാല് നമ്മൾ അടിക്കുമ്പോൾ ഇടത്തെ കാല് അടിക്കുമ്പോൾ വലത്തെ കാല് ജമ്പ് ചെയ്യണം. അങ്ങനെ വരണം. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കുക, രണ്ടും കൂടെ ഒപ്പരം ചെയ്ത് നോക്കിയാൽ 1 2 3 and 4. ഓക്കെ, ഇങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കൈ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കൈയും കൂടെ നമ്മൾ കൂടെ കൊടുക്കുമ്പോൾ എങ്ങനെ വരും എന്ന് നോക്കാം. 1 കൈ ഇങ്ങനെ വരണം, ആൻഡ് 2 കൈ ഇങ്ങനെ വെച്ചിട്ട് റൗണ്ട് ചെയ്ത് വരണം കേട്ടോ, റൗണ്ട് ചെയ്തിട്ട്. ഓക്കെ, 3 അങ്ങനെ വരണം. അപ്പോൾ ഇത് 3 സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാം ഒരു ടൈമിൽ. നമുക്ക് വേരിയേഷനായിട്ട് ചെയ്യാം. നമുക്ക് എത്ര സ്റ്റെപ്പ് ചെയ്യണോ അത്ര സ്റ്റെപ്പുകളിൽ നമുക്ക് വേരിയേഷനായിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പം 3 സ്റ്റെപ്പാണ് ഞാൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ 4 സ്റ്റെപ്പ് ചെയ്യാം. അത് നിങ്ങളെ സോങ്ങിനനുസരിച്ച് നിങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് 3 സ്റ്റെപ്പാണ്. നോക്കുക, 5 6 7 8 1 and 2 and 3 and 4. ഓക്കെ, ഇതാണ്. ഒന്ന് നോക്കുക, ഫസ്റ്റ് മുതൽ എന്നെ ഒന്നുകൂടെ നോക്കാം, സ്ലോയിൽ കാണിച്ചു തരാം. 1 and 2 3. ഇതിൻ്റെ കൂടെ വരുന്നത് കാല് 1 and 2 and 3 4. ഓക്കെ, അപ്പോൾ രണ്ടും കൂടി ഒപ്പരം ചെയ്ത് നോക്കാം. 5 6 7 8 1 and 2 and 3 and 4. ഓക്കെ, 5 6 7 8 1 and 2 and 3 and 4. ഓക്കെ, ഈ 4 ചെയ്യുന്ന സമയത്ത് 1 ഇവിടെ അമർന്നിരിക്കുക. 2 എടുക്കുമ്പോൾ 2 ബാക്ക് ചെയ്യാം. 5 6 7 8 1 and 2 and 3 and 4 5. ഓക്കെ, 5 6 7 8 1 and 2 and 3 and 4 5. ഇതേ സ്റ്റെപ്പ് തന്നെ നമ്മൾ ഇപ്പുറത്ത് ചെയ്യാം, ബാക്കിൽ ചെയ്യാം. 5 6 7 8 1 and 2 and 3 and 4 5. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നമുക്കൊന്ന് നോക്കാം, ഫസ്റ്റ് മുതൽ ഒന്ന് നോക്കാം. 5 6 7 8 1 and 2 and 3 4. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത്. ഈ 3 4 ഇത് വരും കേട്ടോ. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ ബാക്കോട്ട്
1 ഇങ്ങനെ വരുന്നു. ബാക്ക് 5 6 7 8 1 and 2 and 3 and 4 5 5 6 7 8 1 and 2 and 3 and 4 5. ബാക്കിൽ വന്നിട്ട് നമ്മൾ ഇതേ സ്റ്റെപ്പാണ് ചെയ്യുന്നത്. 3 സ്റ്റെപ്പ് ചെയ്യുക. 1 അടിക്കുക, 2 ഇങ്ങോട്ടേക്ക് വരും, ഫ്രണ്ടിലേക്ക്. ഓക്കെ 5 6 7 8 1 and 2 and 3 and 4 5. ഓക്കെ ഇങ്ങനെ വരുവേ. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഭാഗവും ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും കൂടി ഒരുമിച്ച് ചെയ്യാം. 5 6 7 8 1 and 2 and 3 and 4 5 1 and 2 and 3 and 4 5. ഓക്കെ അപ്പോൾ നമ്മൾ 2 സ്റ്റെപ്പ് എടുത്തു. 2 സ്റ്റെപ്പ് എടുത്തതിന് ശേഷം മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഇങ്ങനെയാണ് വരുന്നത്. 1 നമ്മൾ ഈ വലത്തെ കാല് നേരെ ഇവിടേക്ക് വെക്കുക, ക്രോസിൽ വരണം. അപ്പം നമ്മൾ കൈ വരുന്നത് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ ഔട്ട് ചെയ്യണം. ഓക്കെ 1 and 2 1 and 2 2 ഇങ്ങോട്ട് വരരുത്, 1 ആണ്. 1 സ്റ്റെപ്പ് 1 and 2 and 3. I don't know. 5 6 7 8 1 and 2 and 3. 5 6 7 8 1 and 2 and 3. 5 6 7 8 1 and 2 and 3. 1 അടിക്കുന്ന സമയത്ത് 1 വലത്തെ കാല്, 2 അടിക്കുന്ന സമയത്ത് ഇടത്തെ കാല്, 3 അടിക്കുന്ന സമയത്ത് 4 സ്റ്റാൻഡിങ്. ഓക്കെ 5 6 7 8 1 and 2 and 3. അപ്പോൾ നമ്മൾ 3 സ്റ്റെപ്പ് പഠിച്ചു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ ഒരു ഓർഡറിൽ മൊത്തത്തിലൊപ്പം ചെയ്തു നോക്കാം. 5 6 7 8 1 and 2 and 3 and 4 1 and 2 and 3 and 4 1 and 2 and 3. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്ത 3 സ്റ്റെപ്പ് ഇങ്ങനെയാണ്. പിന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ബുദ്ധിമുട്ടുള്ളവർ ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യമുള്ളൂ, ഈ ഒരു സ്റ്റെപ്പ് ഞാൻ ഈ ചെയ്തു തന്ന ഒരു സ്റ്റെപ്പ് ഒരു 10 പ്രാവശ്യത്തോളം ചെയ്യാം. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ്. പിന്നെ നിങ്ങൾക്ക് ഒഴിവുള്ള ടൈമുകളിൽ ഒരു അരമണിക്കൂറോ 10 മിനിറ്റ് എന്നെങ്കിലും ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പഠിച്ചങ്ങ് വരും. പിന്നെ നിങ്ങളതായിട്ടുള്ള സ്റ്റൈലിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പിൽ തന്നെ വേരിയേഷൻ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു സ്റ്റെപ്പ് വേണമെങ്കിൽ കൊണ്ടുവരാം. ഈ സ്റ്റെപ്പിലേക്ക് തന്നെ നിങ്ങളെ ഐഡിയക്ക് നിങ്ങൾക്ക് വേരിയേഷൻ ചെയ്തതായിട്ട് കൊണ്ടുവരാം. ഇത് വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ 3 സ്റ്റെപ്പാണല്ലോ ഇത് കൊടുത്തത്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 സ്റ്റെപ്പായിട്ടോ അല്ലെങ്കിൽ 1 സ്റ്റെപ്പായിട്ടോ, ഒരു സ്റ്റെപ്പ് ഇത് ഒരു സ്റ്റെപ്പ് ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കുക. അത് നിങ്ങളെ ഐഡിയ പോലെ നിൽക്കും. ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഈ ഫീൽഡിൽ ഒരു 30 വർഷത്തോളം കഴിഞ്ഞു ഈ ഫീൽഡിലായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. പിന്നെ നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.